ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പെർഫെക്റ്റായിട്ട് ഒരു ബുള്ളിയൻ റോസ് ഫ്ലവർ എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ എപ്പോഴും ഒരു എംബ്രോയ്ഡറി റിങ് അല്ലെങ്കിൽ ഹൂപ്പ് ആവശ്യമുണ്ട്. ഇത് പല സൈസിലും കിട്ടും. ഈ എംബ്രോയ്ഡറി റിങ്ങിനെ കുറിച്ചും എംബ്രോയ്ഡറി ത്രെഡിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും വിശദമായ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയമുള്ളവരാണെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. ഇവിടെ ഞാൻ യൂസ് ചെയ്യണ നീഡിൽ നമ്പർ 6 ആണ്. യൂസ് ചെയ്യുന്ന ത്രെഡ് എന്ന് പറയുന്നത് ആങ്കർ ത്രെഡാണ്. ഇത് നമുക്ക് നല്ല തുണികളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ത്രെഡാണ്. നിങ്ങൾ ചെയ്ത് പഠിക്കണവരാണെങ്കിൽ 4 രൂപയ്ക്ക് റേറ്റ് വരുന്ന രംഗോലി ഡോലി എന്നൊക്കെ പറയുന്ന ത്രെഡ് ഉപയോഗിക്കാവുന്നതാണ്. ഈ ത്രെഡ് 6 strands ആണ് വരുന്നത്. ചില എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 strands ഒക്കെ ആവശ്യം ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ 6 strands കൊടുത്തിട്ടാണ് ഇത് ചെയ്യണത്. അതിനുശേഷം നമ്മൾ നീഡിലിൽ ത്രെഡ് കോർക്കണത് ഈ ഒരു രീതിക്കാണ്. ഒരു ഭാഗം കുറച്ച് ഈ ഒരു രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. മറ്റേ ഭാഗത്ത് നമ്മളൊരു നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ആദ്യം ഒരു ബുള്ളിയൻ നോട്ട് ചെയ്യാൻ നോക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലവർ ചെയ്യാം. ബുള്ളിയൻ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു 2 പോയിന്റ് അടയാളപ്പെടുത്തുകയാണ്. അതിനുശേഷം നമ്മൾ മുകളിലത്തെ പോയിന്റിലേക്ക് താഴെ നിന്നും സൂചി കുത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ താഴെ അടയാളപ്പെടുത്തിയ പോയിന്റിൽ അതിൽ കുത്തിയതിന് ശേഷം വീണ്ടും ഫസ്റ്റ് നമ്മൾ കുത്തിയ ആ ഒരു പോയിന്റിലേക്ക് തന്നെയാണ് നീഡിൽ പൊന്തിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാവും. അതിനുശേഷം ഇനിയിപ്പോൾ ആ നീഡിലിൻ്റെ അവിടെ ആ കിടക്കുന്ന ത്രെഡില്ലേ, ആ ത്രെഡിനെ എടുത്തിട്ട് നമ്മൾ നീഡിലിൻ്റെ മുകളിൽ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുക. നീഡിലിനെ ഈ ഒരു രീതിയിൽ പൊന്തിച്ചു പിടിച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ നമുക്ക് എത്ര ലെങ്ത്തിലാണോ ബുള്ളിയൻ നോട്ട് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ചുറ്റി കൊടുക്കും. ഈ ത്രെഡ് നമ്മൾ ആദ്യം കുത്തിയെടുത്തില്ലേ, ആ ഒരു ത്രെഡിനെയാണ് നമ്മൾ നീഡിലിൻ്റെ മുകളിലേക്ക് കുത്തി കൊടുക്കണത്. നീഡിലിന് നമ്മളിതാ താഴത്തെ പോയിന്റിൽ നിന്ന് കുത്തി മുകളിൽ ആ സെയിം പോയിന്റിലേക്ക് തന്നെ കുത്തിയെടുക്കുകയാണ്. അതിനുശേഷം ആ ഒരു ത്രെഡ് ഞാനിപ്പോൾ ഇവിടെ ഒരു 7 times ആണ് ചുറ്റി കൊടുക്കണത്. നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണോ അത്രയും ലെങ്ത്തിൽ ചുറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മളിത് ഈ ഒരു നീഡിൽ അവിടെ നിന്ന് വലിച്ചെടുക്കുകയാണ്. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ പിടിച്ചിട്ടുണ്ട് ആ ഒരു ത്രെഡ്. അതിനുശേഷം ഇതിനൊന്ന് ചെറുതായിട്ട് നീഡിലൊന്ന് ട്വിസ്റ്റ് ചെയ്യുക. അതിനുശേഷം പതുക്കെ മുകളിലേക്ക് വലിച്ചെടുത്താൽ മതി. നിങ്ങൾ ചുറ്റണത് അധികം ടൈറ്റ് ആവാനും പാടില്ല, നന്നായി ലൂസ് ആവാനും പാടില്ല. നിങ്ങളിത് ഈ ഒരു രീതിയിൽ വലിച്ചെടുക്കുക. ഈ ഒരു രീതിക്കാണ് നമുക്ക് ബുള്ളിയൻ നോട്ട് കിട്ടുക. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഒരു നോട്ട് എന്ന് പറയണത്. ഇനി നമ്മളത് താഴ്ഭാഗത്ത് നമ്മൾ കുത്തിയ ആ പോയിന്റിൽ തന്നെ കുത്തിയിറക്കി കൊടുക്കുക. ഇപ്പോൾ അവിടെ ഒരു ബുള്ളിയൻ നോട്ട് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ബുള്ളിയൻ റോസ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്കൊരു പേപ്പറിൽ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ബുള്ളിയൻ റോസിൻ്റെ സെൻറ്ററിൽ ഒരു ഫ്രഞ്ച് നോട്ട് വരച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിത് ഇതിൻ്റെ 2 ഭാഗത്തേക്കും 10 ലൂപ്സ് വരുന്ന ഓരോ ബുള്ളിയൻ നോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇനി നമ്മൾ ഈ ഒരു ഫ്ലവർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ ഓരോ നോട്ട് നമ്മൾ ഓരോ അടുത്ത പെറ്റലിൻ്റെ ഉൾഭാഗത്തേക്കായിട്ടാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് വരാൻ ആദ്യത്തെ പെറ്റൽ നമ്മൾ കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഈ ഒരു പെറ്റലിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്നായിട്ട് തുടങ്ങുകയാണ്. ഈ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്യണത്. അതിനുശേഷം അടുത്ത പെറ്റൽ നമ്മൾ ഈ ഒരു പെറ്റലിൻ്റെ സെൻറ്ററിൽ നിന്നായി തുടങ്ങിയിട്ട് ഈ ഒരു രീതിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ പെറ്റലുകൾ അടുപ്പിച്ച് ചെയ്താൽ മാത്രമേ കാണാൻ വൃത്തി ഉണ്ടാവുള്ളൂ. അടുത്തത് നമ്മളിതാ ഈ ഒരു പെറ്റലിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്നായിട്ട് തുടങ്ങി ഇവിടേക്ക് അവസാനിപ്പിച്ചു. ഇനി നമുക്ക് ഫ്ലവർ ഒന്നും കൂടെ അടുപ്പിച്ച് വേണമെന്ന് നമ്മൾ ഈ ഒരു സെൻറ്ററിൽ നിന്ന് കൊടുക്കണതുണ്ടല്ലോ, അത് നമുക്ക് ഈ ഒരു പെറ്റൽ തുടങ്ങി ഒരു ഭാഗം എത്തണതിൻ്റെ മുന്നേ തുടങ്ങിയ നല്ല അടുത്തടുത്ത് വരുന്ന ഫ്ലവർ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ അടുത്ത പെറ്റൽ ഇവിടെ അവസാനിപ്പിച്ചു. അതിനുശേഷം അടുത്ത പെറ്റൽ സെൻറ്ററിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിൻ്റെ ഉള്ളിലേക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളത് ഓരോ പെറ്റലും അടുത്ത പെറ്റലിൻ്റെ ഉള്ളിലേക്കായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതിലെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ ഫ്രഞ്ച് നോട്ടാണ് കൊടുക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് ഒരു 5 പ്രാവശ്യം ചുറ്റിയിട്ട് ഒരു
ബുള്ളിയൻ നോട്ട് ഇട്ട് കൊടുത്താലും മതി. അതിനുശേഷം നമ്മൾ രണ്ട് ഭാഗത്തേക്കും ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അതിന് ചുറ്റും നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യാമെന്നൊന്ന് നോക്കാം. ഇവിടെ ഞാനൊരു ഫ്രഞ്ച് നോട്ട് ചെയ്തിരുന്നു. അതിന്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി കാരണം ഞാൻ വീണ്ടും കാണിച്ചു തരികയാണ്. നമ്മൾ നീഡിലിനെ താഴ്ഭാഗത്തുനിന്ന് കുത്തിയെടുക്കുക. അതിനുശേഷം നമ്മുടെ നീഡിലിൽ ത്രെഡിനെ ഒരു 3 പ്രാവശ്യമാണ് നമ്മൾ ചുറ്റി കൊടുക്കുന്നത്. ഒരുപാട് ടൈറ്റ് ആക്കുകയും വേണ്ട, ഒരുപാട് ലൂസ് ആക്കുകയും വേണ്ട. ആ ഒരു രീതിയിൽ ചുറ്റിയിട്ട് നമ്മൾ നേരത്തെ കുത്തിയെടുത്ത അതേ പോയിന്റിലേക്ക് തന്നെ കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രഞ്ച് നോട്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ ഞാൻ ഇവിടെ ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇനി നമ്മൾ നേരത്തെ കണ്ട പോലെ ഈ ഒരു ഫ്രഞ്ച് നോട്ടിന്റെ രണ്ട് ഭാഗത്തേക്കും 10 ലൂപ്സ് വരുന്ന 2 ബുള്ളിയൻ നോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു മുകൾ ഭാഗത്തു നിന്ന് നമ്മൾ നീഡിൽ കുത്തിയെടുക്കുകയാണ്. ഇവിടെ നിന്ന് കുത്തിയെടുത്തു. എന്നിട്ട് നമ്മൾ നേരെ സെൻട്രലായിട്ട് അതിന്റെ താഴ്ഭാഗത്ത് നിന്ന് വീണ്ടും കുത്തിയിട്ട് ആദ്യം കുത്തിയ അതേ പോയിന്റിലേക്ക് തന്നെ കുത്തി കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം നീഡിലിനെ നമ്മളൊന്ന് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ 10 ലൂപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 10 പ്രാവശ്യം നമ്മളിത് ഈ ഒരു ത്രെഡിനെ നീഡിലിൽ ചുറ്റിയെടുക്കുകയാണ്. 10 ടൈംസ് നമ്മൾ ചുറ്റിയെടുത്തു. അതിനുശേഷം നമ്മളിത് ഈ ഒരു നീഡിലിനെ ഇവിടെ നിന്ന് വലിച്ചെടുക്കുകയാണ്. വലിച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു നീഡിലുള്ള ത്രെഡിനെ ഈ ഒരു രീതിക്ക് പിടിക്കണം. അതിനുശേഷം നമ്മൾ ഈ നീഡിലിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇത് ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും. കണ്ടോ? അത് നമ്മളിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ ഇത് ലൂസായി കാണുക നമ്മളിവിടെ ഒന്ന് ടൈറ്റ് ആക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഫസ്റ്റത്തെ ബുള്ളിയൻ നോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മളിതാ ഈ ഒരു രീതിക്ക് ഇവിടെ കുത്തി കൊടുക്കുകയാണ്. ഇനി ഇതേപോലെ തന്നെ മുകളിൽ നിന്ന് നമ്മൾ കുത്തിയെടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും താഴ്ഭാഗത്ത് കുത്തി കൊടുക്കുക. അവിടുന്ന് വീണ്ടും നമ്മളിപ്പോൾ കുത്തിയെടുത്ത ആ ഒരു പോയിന്റിലേക്ക് തന്നെ നീഡിലിനെ കുത്തി കൊടുക്കുകയാണ്. നീഡിലിനെ പരമാവധി കയറ്റി വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഊരിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് അതിനുശേഷം വീണ്ടും നമ്മൾ ഈ ഒരു നീഡിലിനെ വലിച്ചെടുക്കുകയാണ്. അതിനുശേഷം ഈ ത്രെഡിനൊന്ന് പിടിച്ചു കൊടുക്കുക. നീഡിലിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. ഇതിന് നമ്മൾ പരമാവധി ടൈറ്റ് ആക്കിയിട്ട് നമ്മൾ ആദ്യം കുത്തിയ ഒരു പോയിന്റിലേക്ക് തന്നെ കുത്തി കൊടുക്കുകയാണ്. ഫ്രഞ്ച് നോട്ടിന് ചുറ്റും നമ്മൾ 2 ബുള്ളിയൻ നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി നമ്മൾ ഇപ്പം എല്ലാ പെറ്റൽസും നമ്മൾ ഓരോ പെറ്റലിൻ്റെ ഉൾഭാഗത്തേക്കാണല്ലോ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പെറ്റൽ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഇവിടെ നിന്ന് കുറച്ച് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ കുത്തിയെടുക്കുക. കാരണം ലാസ്റ്റത്തെ പെറ്റിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കാണ് കുത്തി കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ത്രെഡ് വലിച്ചെടുക്കുക. ഇനി നമുക്ക് അടുത്ത പെറ്റിൽ എവിടെയാണോ വേണ്ടത് അവിടെ നിന്ന് നീഡിലിനെ കുത്തി കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ കുത്തി കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമ്മൾ 15 ലൂപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. 15 ലൂപ്പ് നമ്മൾ ചുറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് ഈ ഒരു നീഡിലിനെ വലിച്ചെടുക്കുകയാണ്. വലിച്ചെടുത്തിട്ട് ലാസ്റ്റ് ഇവിടെ ലൂസായിട്ട് തോന്നുന്നുണ്ട് വെച്ചാൽ നമുക്ക് ഇതിനൊന്ന് ടൈറ്റാക്കി കൊടുക്കാം. അതിനുശേഷം നമ്മളിത് ഈ ഒരു പെറ്റലിനെ ഇവിടേക്ക് കുത്തി കൊടുക്കുകയാണ്. ഇനി അടുത്ത പെറ്റൽ നമ്മൾ ഇതിൻ്റെ സെൻട്രലിൽ നിന്നായിട്ടാണ് തുടങ്ങണത്. ഇതിനോട് അടുപ്പിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെ പെറ്റൽസൊക്കെ ചേർന്ന് വരുള്ളൂ. ഇവിടുന്ന് നമ്മൾ കുത്തിയെടുത്തു. അതിനുശേഷം ഈ ഒരു ഭാഗത്തു നിന്നാണ് അടുത്തത് കുത്തി കൊടുക്കുന്നത്. ഈ ഒരു രീതിക്ക് കുത്തി കൊടുക്കുക. വീണ്ടും 15 ലൂപ്പാണ് നമ്മൾ ചുറ്റുന്നത്. വലിച്ചെടുക്കുക. രണ്ടാമത്തെ പെറ്റിലും ചെയ്തു. ഇനി അടുത്ത പെറ്റിൽ നമ്മളിത് അതിൻ്റെ സെൻറ്ററിൽ നിന്നായിട്ട് കുത്തുകയാണ്. ലാസ്റ്റ് പെറ്റിൽ നമ്മൾ കുത്തിയെടുക്കണത് ഇതിന് ഇവിടെ നമ്മളൊരു ചെറിയ ഗ്യാപ്പ് വിട്ടായിരുന്നല്ലോ, ആ ഒരു ഗ്യാപ്പിൽ നിന്നാണ്. അപ്പോൾ ഇതെങ്ങനെ നോക്കാം. ഈ ഒരു ഫ്ലവറിന്റെ സെൻറ്റർ ഭാഗത്തുനിന്ന് നമ്മൾ കുത്തിയെടുക്കുകയാണ്. അതിനുശേഷം ഇതിന്റെ ഈ പെറ്റലിന്റെ സെൻറ്റർ ഭാഗത്തേക്ക് കുത്തുക. അവിടെ നിന്ന് വീണ്ടും നമ്മൾ ആദ്യം കുത്തിയ പോയിന്റിലേക്ക് തന്നെ കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബുള്ളിയൻ റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ബുള്ളിയൻ നോട്ട് റോസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.